ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിലെ സുഖകരമായ നിദ്രയ്ക്ക് ശേഷം പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നുവല്ലോ. അതിനായി നമുക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 49 മുതൽ 51 വരെ. ഇന്നത്തെ കുറിവാക്യം 2 രാജാക്കന്മാർ 9 അധ്യായം 5 വാക്യം. ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹൂ ചോദിച്ചു. രാജ്യവിഭജനത്തിനു ശേഷം ഇസ്രായേലിൽ ഭരണം നടത്തിയ 10ാമത്തെ രാജാവായിരുന്നു യേഹൂ. ഈ പേരിൻ്റെ അർത്ഥം ദൈവപുരുഷൻ അഥവാ യഹോവ അവനാകുന്നു എന്നതാണ്. വേദപുസ്തകത്തിൽ യേഹൂ എന്ന പേര് 5 പേർക്ക് ഉള്ളതായിട്ട് കാണുന്നു. ആഹാബിൻ്റെ മകനായ യോരാം രാജാവിൻ്റെ സൈന്യ അധിപന്മാരിൽ അഥവാ പടനായകന്മാരിൽ ഒരുവനായിരുന്നു യേഹൂ. നിംഷിയുടെ മകനായ യഹോശാഫാത്തിൻ്റെ മകൻ ആയിരുന്നു യേഹൂ. നീണ്ട 28 വർഷങ്ങൾ ഇസ്രായേലിന് ഭരണം നടത്തിയ വ്യക്തിയായിട്ടാണ് യേഹൂവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് യേഹൂവിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം. ഒന്നാമതായി, രാജസ്ഥാനത്തേക്ക് എത്തപ്പെട്ട യേഹൂ. ചില പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവം രാജസ്ഥാനത്തേക്ക് എത്തിച്ച വ്യക്തിയായിരുന്നു യേഹൂ. അത് 2 രാജാക്കന്മാർ 9 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. ഇതായിരുന്നു ദൈവം യേഹൂവിന് നൽകിയ നിയോഗം. അങ്ങനെ ഏലിശ പ്രവാചകൻ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ 1 രാജാക്കന്മാർ 20:16 കാണുന്നത് പ്രകാരം ഈ കാര്യം ദൈവം ഏലിയ പ്രവാചകനോട് മുന്നറിയിപ്പ് കൊടുത്തതായിരുന്നു, യേഹൂവിനെ രാജാവാക്കണം എന്നത്. എന്നാൽ അത് സംഭവിക്കുന്നത് ഏലിശ പ്രവാചകന്റെ നേതൃത്വത്തിലും ആയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു യേഹൂ. രണ്ടാമതായി, നവീകരണ ചിന്തയോടെ ഭരണം നടത്തുന്ന യേഹൂ. നിശ്ചയദാർഢ്യത്തോടെ യേഹൂ ബാൽ ആരാധനയെ തകർത്ത് കളയുന്നു. മാത്രമല്ല, രാജ്യത്തിലെ ബാലിൻ്റെ എല്ലാ പുരോഹിതന്മാരെയും ആരാധകരെയും വധിക്കുവാൻ യേഹൂ ആവശ്യപ്പെടുന്നു. അങ്ങനെ അൾത്താരയും പ്രതിഷ്ഠകളും എല്ലാം പുറത്തെടുത്ത് ചുട്ടുകളയുകയും ചെയ്യുന്നു. തുടർന്ന് യേഹൂ ഇസ്രായേലിൽ ഒരു നവ സാമ്രാജ്യം സ്ഥാപിച്ചു. കൂടാതെ പ്രവാചകന്മാരായ ഏലിയാവും ഏലിശായും തുടങ്ങിവെച്ച എല്ലാ മതപരമായ നവീകരണങ്ങളും രാജ്യമാകെ വ്യാപിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ കാലഘട്ടത്തിൽ രാജ്യത്തിൽ സാമ്പത്തികമായ അരാജകത്വം നേരിടുകയും സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി കുറയുകയും ചെയ്തു. യേഹൂ സമർത്ഥനും വീരനുമായ ഒരു പടനായകനായിരുന്നു എങ്കിലും യേഹൂവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രാജ്യത്തിൻ്റെ നയതന്ത്രജ്ഞതയിൽ പുറകിലായിരുന്നു എന്നാണ്. മാത്രമല്ല, യേഹൂ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണപ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല എന്ന് കാണുന്നു. അതിനാൽ ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളയുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നിയോഗം പൂർണ്ണമായി യേഹൂ നിറവേറ്റുന്നതിനോടൊപ്പം ചില കാര്യങ്ങളിൽ യേഹൂവിൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ചില പ്രത്യേക ഉദ്ദേശത്തോടെ ഞങ്ങൾക്ക് ജീവനും ജീവിതവും അവിടുന്ന് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.